ഇതാണ് പുതിയ മോഡൽ സിയാസ്. ഫ്രണ്ട് ലുക്കിൽ LED DRL ഫോഗ് ലാമ്പ്, LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ്, 4 സിലിണ്ടർ ആയിട്ടുള്ള. മെഷർമെൻറ്റ് പോയാൽ ലെങ്ത് 4490 mm, വിഡ്ത്ത് 1230 mm, ഹൈറ്റ് 1485 mm, വീൽ ബേസ് 2650 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 1700 mm. ഇന്ത്യയിൽ വരുമ്പോൾ ഒരു വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ഒരു 12 ടോൺ ഡാഷ്ബോർഡാണ് വരുന്നത്. 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടാണ്. ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനാണ്. പിന്നെ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. സ്റ്റീരിയോ മോട്ടോർ, ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ ആണെങ്കിലും കിട്ടുന്നുണ്ട്. 4 ഡോറിലും പവർ വിൻഡോസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് കാറിൽ വരുന്നുണ്ട്. 4 സീറ്റിൻ്റെ ഹെഡ്റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ബാക്കിൽ നമുക്ക് ലെഗ് റൂം സ്പേസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്രീമിയം ഫിനിഷിംഗ് ആണ് കാറിൻ്റെ ഇൻറ്റീരിയൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് റിയർ റീച്ച് ചാർജിംഗ് പോർട്ടൊക്കെ ആണെങ്കിലും കിട്ടുന്നുണ്ട്. 60/40 സ്പ്ലിറ്റാണ് സീറ്റ്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് ആണെങ്കിലും വരുന്നുണ്ട്. 510 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. കാർ 4 വേരിയൻസിലും അവൈലബിൾ ആണ്. വില വരാൻ നേരത്ത് 10 ലക്ഷത്തിനും 14 ലക്ഷത്തിനും ഇടയിലാണ്. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.